നമസ്കാരം. പനവൂർ കരിക്കുഴിയിൽ 1.5 വയസ്സുകാരൻ മരിച്ചത് ക്രൂരമർദ്ദനത്തെ തുടർന്നെന്ന് പോലീസ്. അമ്മയെയും സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കരിക്കുഴി നെല്ലിക്കുന്ന് റേഡിയോ പാർക്കിന് സമീപം അർച്ചിതയിൽ വാടകയ്ക്ക് താമസിക്കുന്ന അഖിലയുടെ മകൻ അർഷിതാണ് മരിച്ചത്. അഖിലയെയും ഒപ്പം താമസിക്കുന്ന സുഹൃത്ത് അഷ്കറിനെയും നെടുമങ്ങാട് പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തു. കുഞ്ഞിന്റെ ശരീരത്തിൽ മരണകാരണമായ മർദ്ദനങ്ങൾ ഉൾപ്പെടെ 51 മുറിവുകൾ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തിയെന്നും പോലീസ് പറഞ്ഞു. ചോറ് കൊടുക്കുന്നതിനിടയിൽ കുഞ്ഞ് ഛർദ്ദിച്ചെന്നും ആഹാരം തൊണ്ടയിൽ കുടുങ്ങിയതാണെന്നുമാണ് അഷ്കർ പോലീസിനോടും ആശുപത്രി അധികൃതരോടും പറഞ്ഞിരുന്നത്. എന്നാൽ മെഡിക്കൽ കോളേജ് SIT ആശുപത്രിയിൽ എത്തിച്ച കുഞ്ഞിന്റെ മരണവിവരത്തിനു പിന്നാലെ നടത്തിയ ഇൻക്വസ്റ്റ് പരിശോധനയിലാണ് കടുത്ത ക്രൂരതയുടെ വിവരങ്ങൾ പുറത്തുവന്നത്. കുഞ്ഞിന്റെ ശരീരത്തിൽ ദിവസങ്ങളോളം പഴക്കമുള്ള അതിക്രൂരമായ മർദ്ദനത്തിന്റെ പാടുകൾ പോലീസ് കണ്ടെത്തി. ഇതോടെയാണ് അഷ്കറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. സംഭവ സമയം തമിഴ്നാട്ടിൽ നൃത്ത പരിപാടിക്ക് പോയിരുന്ന കുട്ടിയുടെ മാതാവ് അഖിലയെയും പോലീസ് ഉടൻ തന്നെ ചോദ്യം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു. അതിനു പിന്നാലെ അറസ്റ്റ് ചെയ്തു. കുഞ്ഞിന്റെ മരണത്തിൽ ആദ്യമേ തന്നെ ദുരൂഹത ആരോപിച്ച് അമ്മൂമ്മയും കുട്ടിയുടെ സ്വന്തം പിതാവിന്റെ അച്ഛനും ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ രംഗത്ത് വന്നിരുന്നു. അഷ്കർ കുഞ്ഞിനെ നിരന്തരമായി മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും അമ്മ അഖില കുഞ്ഞിനെ ഒട്ടും ശ്രദ്ധിക്കാറില്ലായിരുന്നു എന്നാണ് ബന്ധുക്കൾ പോലീസിന് നൽകിയ പരാതിയിൽ ഉള്ളത്. 1 മാസം മുൻപ് ഇയാൾ കുട്ടിയുടെ കൈ തല്ലിയൊടിച്ചതായും പരാതിയിലുണ്ട്. കുട്ടിയുടെ 2 കൈകളും പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നതിന്റെ ചിത്രങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ അന്ന് കുട്ടി കളിക്കുന്നതിനിടയിൽ വീണ് പരിക്കേറ്റു എന്നായിരുന്നു അഷ്കറും അഖിലയും ബന്ധുക്കളോട് പറഞ്ഞിരുന്നത്. 2 ദിവസമായി കടുത്ത പനിയുണ്ടായിരുന്ന കുഞ്ഞിനെ ആശുപത്രിയിൽ കാണിച്ചിരുന്നതായും വിവരമുണ്ട്. ആഹാരം തൊണ്ടയിൽ കുടുങ്ങിയാണ് കുട്ടി മരിച്ചതെന്ന് തങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കുട്ടിയുടെ ശരീരത്തിൽ കണ്ട പാടുകൾ ഭയപ്പെടുത്തുന്നതാണെന്ന് അഖിലയുടെ ആദ്യ ഭർത്താവിന്റെ പിതാവായ സുനിൽ കുമാർ പറഞ്ഞു. കുഞ്ഞിന്റെ മൃതദേഹത്തിൽ സിഗരറ്റ് വെച്ച് പൊള്ളലേൽപ്പിച്ചതിന് സമാനമായ പാടുകൾ ഉണ്ടായിരുന്നുവെന്നും അഷ്കർ കുഞ്ഞിനെ ക്രൂരമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കുഞ്ഞിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ വരുന്ന വിശദമായ റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം കുഞ്ഞ് ഏറ്റിരുന്നു എന്ന് പറയപ്പെടുന്നത്. അതേസമയം കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിലടക്കം നിരവധി ഗുരുതരമായ പരിക്കുകൾ ഉണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം അർഷിതിനെ അമ്മയുടെ സുഹൃത്ത് അഷ്കർ പതിവായി ഉപദ്രവിച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. 51 മുറിവുകളും പരിക്കുകളുമാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത്. ഈ ശാരീരിക മർദ്ദനങ്ങൾ മരണകാരണമായെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ അറിയിച്ചതായി പോലീസ് പറഞ്ഞു. ഇവയ്ക്ക് പുറമെ പരിക്കേറ്റ് ഉണങ്ങിയ അടയാളങ്ങളുമുണ്ട്. എന്തായാലും പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്.